മാർച്ച് 27 ഇറങ്ങാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ എന്തായാലും മാർച്ച് 27 എമ്പുരാൻ ഇറങ്ങാൻ പോകുന്നത്. ബട്ട് ഇപ്പോഴും ആ ഒരു സംശയം നിലനിൽക്കുന്നു. ഇത് ആ ഒരു ഡ്രാഗൻ്റെ പടം പുറകിലുള്ള വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ആ ഒരു വില്ലൻ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്. സോ അതിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് അതിൽ നമുക്കൊന്നും അറിയാൻ സാധിച്ചില്ല. അതാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ എന്തായാലും ഏറ്റവും വലിയ സ്പെക്കുലേഷൻ, അത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് അമീർ ഖാനാണ് ആ ഒരു വില്ലൻ എന്നാണ്. സോ എന്തായാലും അമീർ ഖാൻ ആയിക്കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. കാരണം ബോളിവുഡ് കത്തും. അമീർ ഖാനാണ് വില്ലനെങ്കിൽ ഒരു 5-10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും ഉള്ളൊരു സ്ക്രീൻ സ്പേസ് അമീർ ഖാനോ അല്ലെങ്കിൽ ബോളിവുഡിൽ ഏതെങ്കിലും ടോപ്പ് ആക്ടറാണെങ്കിൽ സത്യമായിട്ടും എമ്പുരാൻ കത്തും. അത് പറയേണ്ട ആവശ്യമില്ല. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എമ്പുരാൻ വിജയിക്കുമോ? നമുക്കറിയാം കുറേയധികം സിനിമ ഹൈപ്പോടെ വന്നു, പക്ഷെ അതൊന്നും വിജയിച്ചില്ല. ബട്ട് ഇത് നമുക്കെല്ലാവർക്കും വിശ്വാസം മോഹൻലാലിനെ അല്ല, ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന നടനെയല്ല നമുക്ക് വിശ്വാസം. നടൻ നല്ലതാണ്, ബട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിനെ വിശ്വസിച്ചാണ് നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സോ എന്തായാലും അദ്ദേഹം നമ്മുടെ പ്രതീക്ഷ തെറ്റിക്കത്തില്ല എന്ന് തന്നെ വിചാരിക്കുക. സോ അടുത്ത വീട്ടിൽ കാണുന്നൊരു ഗുഡ്